ഇന്ന് ചെയ്യണത് ഈ ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ മേക്കിംഗ് ആണ്. ഇത് മലപ്പുറത്തുള്ളൊരു കസ്റ്റമർ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. ഓൾക്ക് ഒരു വയസ്സായ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓൾക്ക് നെയിം എഴുതിയൊരു ടൈലൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യണതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മോഡലൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഫുള്ളായിട്ട് ഉടുപ്പിൻ്റെ ലെങ്ത്ത് 21 ഷോൾഡർ ഞാൻ 7 കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ഒരു 19 കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ട് ഒരു 18. പിന്നെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാത്രം കൊടുത്തത് ഒരു 7.5 ഇഞ്ചായിരുന്നു. ഇതിൻ്റെ ടൈലിൻ്റെ ഇറക്കം കൊടുത്തത് 39 ഇഞ്ചായിരുന്നു, അഥവാ 1 മീറ്ററായിരുന്നു. പിന്നെ സ്ലീവ് ലെങ്ത്ത് കൊടുത്തത് 3 ഇഞ്ചായിരുന്നു. പിന്നെ അതിൻ്റെ റൗണ്ട് കൊടുത്തത് 6 ആയിരുന്നു. അപ്പോൾ നമുക്കിത് പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യണത് കാണാം. ഫസ്റ്റ് ഞാൻ ബോഡി പാർട്ടാണ് കട്ട് ചെയ്തത്. ക്ലോത്തിലായാലും ഞാൻ ഈ പേപ്പർ മടക്കി വെച്ച പോലെ അതേപോലെ മടക്കി വെക്കുക. കാരണം നമുക്കിത് സിബ്ബ് വെക്കേണ്ട ആവശ്യമില്ല. ബാക്കിലും മുന്നിലും വലിയ വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി സിബ്ബ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബോഡി പാർട്ടിനുള്ള ക്ലോത്തിൻ്റെ ലെങ്ത്ത് വിടുത്ത് വന്നത് 8 ഇഞ്ചായിരുന്നു. പിന്നെ ഫുള്ള് ലെങ്ത്ത് 9 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ ബോഡി പാർട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്തി, അതൊരു 4 ഇഞ്ച്. പിന്നെ ആം ഹോളും അതേപോലെ 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. പിന്നെ ചെസ്റ്റിൻ്റെ വിടുത്ത് വന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തിയത് 7 ഇഞ്ചായിരുന്നു. പിന്നെ അതുപോലെ ആ ചെസ്റ്റിൻ്റെ വിടുത്ത് കിട്ടി അവിടേക്ക് നമ്മൾ ഈ ആം ഹോളിൻ്റെ അത് കർവ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേസ്റ്റ് റൗണ്ട് ഞാൻ എടുത്തത് ഒരു 6.5 ഇഞ്ചായിരുന്നു. ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഇതൊക്കെ ഞാൻ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. പിന്നെ നെക്കിൻ്റെ വിടുത്ത് 2 ഇഞ്ചും ലെങ്ത്ത് 6 ഇഞ്ചും എടുത്തത്. ഈ 6 ഇഞ്ചിലേക്കാണ് ഞാൻ വീനെക്കായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ബാക്കും ഫ്രണ്ടും ഒരുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ബാക്കും മുന്നും ഒരുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിന് ഞാൻ സിബ്ബൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ബാക്കിലൊരു കെട്ടണ ഒരു കയറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടിഭാഗത്തേക്ക് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ലെങ്ത്ത് 15 ഇഞ്ചും പിന്നെ വിടുത്ത് ഞാൻ വന്നിട്ട് ഒരു 3 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു ഞെറിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഞാൻ ചുവപ്പ് കളറ് ക്ലോത്ത് കൊണ്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എടുത്തെടുത്തത് 2 ഇഞ്ചും പിന്നെ ലെങ്ത്ത് എടുത്തത് ഒരു 12 മീറ്റർ ക്ലോത്തിലായിരുന്നു. ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞാൻ ഈ ഒരു ക്ലോത്ത് ചുവപ്പ്. പിന്നെ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് ഞാൻ പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എടുത്തത് 6 ഇഞ്ചും, കാരണം 3 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ ഇരട്ടി 6 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു പഫ് സ്ലീവിന്. സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 6 ഇഞ്ചിൽ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലൈനിങ് ഇല്ലാതെ ഞാൻ ഈ നെറ്റിൻ്റെ ക്ലോത്ത് മാത്രമാണ് ഞാൻ പഫ് സ്ലീവായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ പട്ടയ്ക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പട്ടയ്ക്ക് വേണ്ടിയിട്ട് 8.5 ഇഞ്ച് ലെങ്ത്തും ഒരു 1.5 ഇഞ്ച് വിടുത്തും എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്തിൽ നമ്മൾ ഈ ഒരു സ്ലീവ് ഞെറിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെയിലിൻ്റെ ലെങ്ത്ത് എടുത്ത് 1 മീറ്ററാണ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഞാൻ വിടുത്തെടുത്തത് പകുതി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അടിഭാഗത്തൊരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഞാൻ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അവിടെ ഞാനൊരു കർവാക്കിയിട്ടും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ ചുവപ്പ് ക്ലോത്തോണ്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ 3 ഇരട്ടിയാണ് എടുത്തത്. ഇതിൻ്റെ റൗണ്ടിൻ്റെ 3 ഇരട്ടിയാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ പാറ്റേണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണതുകൊണ്ട്. ആദ്യം ഞാൻ പേപ്പറിൽ നല്ല കറക്റ്റിൽ പേര് എഴുതിയിട്ട് അത് ഞാൻ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ പശ വെച്ചിട്ട് ഞാൻ ഗിൽറ്റ് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് ഞാനത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്തത് അതായിരുന്നു, കാരണം അത് ഉണങ്ങി കിട്ടിയാൽ നമുക്ക് പിന്നെ ഇതിമേൽ പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസമൊക്കെ വേണം അത് ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിന്നത്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഇളകാതെ വേറൊരു പാർട്ടിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പേപ്പർ ഇളക്കി ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്കിന് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ വെക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്ലോത്തിൽ ഈ റെഡ് ക്ലോത്തിൽ ബട്ടർഫ്ലൈ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് ക്ലോത്ത് ഒരു 2 മടക്കാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുവട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബട്ടർഫ്ലൈ അതിൻ്റെ മുകളിൽ കറക്റ്റാക്കിയിട്ട് ആ ഒരു എൻഡിൽ തന്നെ വെച്ച് കൊടുക്കുക. ബട്ടർഫ്ലൈൻ്റെ നടുഭാഗം ഈ ഒരു ക്ലോത്തിൻ്റെ നടുഭാഗത്ത് വരുന്ന രീതിയിൽ എൻഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടർഫ്ലൈൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
കാരണം ബട്ടർഫ്ലൈയും ഈ ക്ലോത്തും കൂടി നടുവിൽ വരണം. മേൽഭാഗത്തേക്ക് നമുക്ക് ഈ ക്ലോത്ത് അടിയിലുള്ള ക്ലോത്തിൻ്റെ ആവശ്യമില്ല. അവിടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ നെക്കിൻ്റെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് നമ്മൾ നെക്കിൻ്റെ അളവെടുത്തിട്ട് ഈ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലെ ബട്ടർഫ്ലൈ ഒരേ ലെങ്ത്തിലാണെന്നുള്ളത് നമ്മൾ നെക്കിൻ്റെ അവിടെ നല്ലപോലെ ടാപ്പ് വെച്ചിട്ട് അളന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ പിന്നെ ഫുള്ള് ഊരിൻ്റെ ശേഷം പിന്നെ ബാക്കിൽ ഞാൻ നല്ല കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബോഡി പാർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടുപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിന് ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ ഈ പേളാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ ഒരു ത്രെഡുമ്മൽ ആദ്യം സൂചി കോർത്തിട്ട് പിന്നെ അത് ഞാൻ മുത്തുമ്മക്ക് കോർത്തിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ എൻഡിൽ ഞാൻ 2 കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് പാർട്ടിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ത്രെഡുമ്മലും ഞാൻ അതേമാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 പേള് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കിൽ. അപ്പോൾ ഫ്രോക്കിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അടിഭാഗത്തൊക്കെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തത് ഞാൻ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഓരോന്ന് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉള്ളിൽ ഷിഫ്റ്റ് നെറ്റും കോട്ടൺ ലൈനിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു മീഡിയം സൈസിലാണ് ആഡ് ചെയ്തത്. നമ്മൾ നല്ല പൊങ്ങി കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റും റെഡും കോംബോയിൽ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തതായിരുന്നു. ഓൾക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് വൈറ്റും റെഡുമാണ് കളർ തീമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈലിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. നമ്മൾ ഒരു ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ അക്ഷരം മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 3 പിന്ന് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടെ ഒരു ബോയും പിന്നെ ഇതിൻ്റെ കൂടെ ഹെയർ ബാൻഡ് അതേ കളർ തീമിൽ തന്നെ റെഡും വൈറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കസ്റ്റമർ ഇട്ട ഫോട്ടോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓല് ബർത്ത്ഡേക്ക് ഫോട്ടോ എടുത്തപ്പോൾ അത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.